ഹായ് ഫ്രണ്ട്സ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫൈബർ റിച്ച് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ഒരു ലഡു തയ്യാറാക്കാനായിട്ട്. ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ലഡു. ഇത് നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും നല്ലതാണ്, അതുപോലെ മഞ്ചിങ് സ്നാക്കായിട്ടും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നിങ്ങളിത് എന്തായാലും തയ്യാറാക്കിയിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ഓട്സാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ റോൾഡ് ഓട്സ് വേണമെങ്കിൽ റോൾഡ് ഓട്സ് എടുക്കാം, അതല്ല ഇൻസ്റ്റൻറ്റ് ഓട്സാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. ഏത് ടൈപ്പ് ഓട്സ് ആയാലും കുഴപ്പമില്ല. അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് താമരവിത്താണ്, ഫൂൽ മക്കാന, ഫോക്സ് സീഡ്. ഇത് നോർത്ത് ഇന്ത്യൻസ് നന്നായിട്ട് ഉപയോഗിക്കും. നമ്മൾ അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല, പക്ഷേ ഇത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കേട്ടോ. ഇത് ന്യൂട്രിയൻസ് കൂടുതലാണ്, അതുപോലെ ഫൈബർ ഉള്ളതാണ്, ലെസ് കലോറി ആയിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അല്ലെങ്കിൽ ചാട്ട് മസാല എന്തെങ്കിലും ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ, വെറുതെ ഒരു സ്നാക്കായിട്ട് കഴിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഉള്ള ലഡു ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് വറുത്ത് പൊടിച്ച് ചേർക്കാം. അതല്ലാതെ ഇപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ റോസ്റ്റ് ഇത് ഉപയോഗിച്ച് റോസ്റ്റ് പോലെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് ഫുൾ മക്കാനയുടെ റോസ്റ്റ് ഗ്രേവി ടൈപ്പ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 1.5 കപ്പ് ഫുൾ മക്കാന ഞാൻ 1.5 കപ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. നേരത്തെ നമ്മൾ എടുത്തു മാറ്റി വെച്ചിരുന്ന ഓട്സ് നമുക്കൊരു ഫ്രൈ പാനിലിട്ടിട്ട് ഇതിനൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു ഓട്സൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് തീ ഓഫാക്കിയ ശേഷം ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ സെയിം പാനിൽ തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഫുൾ മക്കാനയും ഇട്ടിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഫുൾ മക്കാന റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം അത് ഓൾറെഡി പഫ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടാണ് നമുക്ക് വെറുതെ കുറച്ച് മുളക് പൊടി ഉപ്പും അല്ലെങ്കിൽ ഇത്തിരി കറിവേപ്പിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ടോസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ടും നല്ലത് തന്നെയാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്. അപ്പോൾ അതെ, ഇവിടെ നമ്മുടെ ഫുൾ മക്കാനയും കളറൊക്കെ മാറി, ആ വൈറ്റ് ഷെയ്ഡൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫാക്കിയ ശേഷം നേരത്തെ നമ്മൾ ഓട്സ് ഇട്ട് വെച്ചതിൻ്റെ കൂടെ തന്നെ നമുക്ക് തണുക്കാനായിട്ട് നമുക്കിതിനെയും ഇട്ട് ഒന്ന് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഡേറ്റ്സ് ആണ്. 1.5 കപ്പ് തന്നെയാണ് ഞാനിപ്പോൾ ഡേറ്റ്സും എടുത്ത് വെച്ചിട്ടുള്ളത്. ഡേറ്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മജ്ദൂൽ ഡേറ്റ്സ് ആണ്. മജ്ദൂൽ ഡേറ്റ്സ് പൊതുവേ നല്ല ഫ്ലഷി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് മജ്ദൂൽ ഡേറ്റ്സ് നല്ലതാണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡേറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് 1.5 കപ്പ് എടുക്കണം. ഇനി ഇതേ നമ്മുടെ ഓട്സിൻ്റെയും ഫുൾ മക്കാനയുടെ ഒക്കെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് ഞാനിതിനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ പൊടിച്ചെടുത്ത പൊടി പകുതി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പകുതി പൊടി നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ വെക്കുക. ഇതിലേക്ക് ഇനി നേരത്തെ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് ഇപ്പോൾ 1.5 കപ്പ് തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് എടുത്ത് നോക്കുക. കറക്റ്റ് നല്ല ഫ്ലഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ 1.5 കപ്പ് തന്നെ മതിയാവും. ഇനി ഡേറ്റ്സ് ഇട്ട് കൊടുത്ത ശേഷം ഇതിനെ പൾസ് മോഡിൽ ഇട്ടിട്ട് നമ്മളിതിനൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് എടുക്കണം. ഡേറ്റ്സ് മാത്രം നമ്മളിട്ട് അരയ്ക്കാൻ നോക്കുമ്പോൾ അത് അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് പൊടിയും കൂടി അതിൽ ഉള്ളപ്പോൾ നമ്മളിതിനെ ചേർത്ത് അരച്ചെടുക്കുന്നത്. ഡേറ്റ്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പൊടിയും കൂടി ചേർത്ത് അരച്ചത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ടെക്സ്ചറിൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റ്സിൻ്റെ മിക്സ് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സിൻ്റെ ഫുൾ മക്കാനയുടെ ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ആദ്യമേ ഒന്നങ്ങ് മിക്സാക്കാം. ഇപ്പോൾ ഞാനെടുത്ത പാത്രം ഇത്തിരി ചെറുതാണ്, അതുകൊണ്ട് ഞാനിത് ഒരു ഇത്തിരിയും കൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ
അത് നന്നായിട്ട് കൈവച്ചിട്ടങ്ങ് മിക്സ് ആക്കുകയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇത്തിരി ഏലക്കായപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏലക്കായപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സിന്നമൺ പൗഡർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എന്താ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ്സിൻ്റെ മധുരം അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് ഡേറ്റ്സും കുറച്ച് ശർക്കരപ്പാനിയും ചേർത്ത് ഇത് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ആ ഒരു ശർക്കരപ്പാനിയുടെ ആ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം കേട്ടോ. അതുപോലെ ഇതിലേക്ക് നെയ്യ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ അതെ ഇതൊന്ന് ഞാനിപ്പോൾ ഇവിടെ ഇത് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ, ഡേറ്റ്സ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ കുഴച്ചാലാണ് എല്ലായിടത്തേക്കും ഒന്ന് എത്തി നല്ലൊരു മിക്സായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിയിൽ നിന്ന് ഒരു ഇത്തിരി എടുത്ത് ഞാൻ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടി ബോളിൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കി അതിന് ശേഷം ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ നാളികേരത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്ത് കുഴയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴയ്ക്കാം. പക്ഷേ ആ നാളികേരം പുറത്ത് ഒരു കോട്ടിംഗ് ആയിട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടം തോന്നിയത്. കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് അധികം നാളികേരം നമുക്കപ്പോൾ കഴിക്കേണ്ടി വരില്ല. ഇതുപോലെ നമുക്ക് എല്ലാതും ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.